അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 3 റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് എഗ് റോൾ ആണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ 1/4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിൽ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വെച്ച ഈസ്റ്റാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ പുറമേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എഗ് റോളിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് വേണ്ടത് 2 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി ഇതൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവൊക്കെ റെഡിയായോ നോക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം നനച്ച് വെച്ച തുണിയൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതൊന്ന് 2 ആക്കി എടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. അങ്ങനെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വരേണ്ടത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി കട്ട് ചെയ്ത് വെച്ച് ഓരോന്നും എടുത്ത് അതിലേക്ക് മസാലയും വെച്ച് ഒരു മുട്ടയും വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എഗ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ചിക്കൻ ലോലിപോപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചിക്കൻ ലോലിപോപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനും കുറച്ച് മല്ലിയിലയുമാണ്. ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 4 സ്ലൈസ് ബ്രെഡും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞായി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസാക്കി എടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മൈദാപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഇത് മറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേഗം തന്നെ അടുത്ത വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി ചിക്കൻ പക്കോറയാണ്. വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അടിപൊളി റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും 2 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് കടലമാവും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ പക്കോറ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ 3 റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.